ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. A righteous man falls 7 times and rises again, but the wicked stumble in time of disaster and collapse. സദൃശവാക്യങ്ങൾ 24:16. നീതിമാൻ എന്നാൽ പാപം ചെയ്യാത്തവനെന്നല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. 7 പൂർണ്ണതയാണ്. ഒരു വ്യക്തി എത്ര തവണ പരാജയപ്പെട്ടാലും എത്ര വലിയ തകർച്ച നേരിട്ടാലും അതിനെയെല്ലാം ഇത് സൂചിപ്പിക്കുന്നു. വീഴ്ച എന്നത് പരീക്ഷകളോ കഷ്ടതകളോ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നതോ ആകാം. നീതിമാനും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. നീതിമാൻ വീഴുമ്പോൾ അവൻ അവിടെ തന്നെ കിടക്കുമില്ല. ദൈവത്തിൻ്റെ കൃപയാലും സ്വന്തം മനോബലത്താലും അവൻ വീണ്ടും എഴുന്നേൽക്കും. സങ്കീർത്തനങ്ങൾ 37:24. അവൻ വീണാലും നിലം പരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. നീതിമാന്റെ വിജയം അവൻ ഒരിക്കലും വീഴുന്നില്ല എന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് തിരികെ വരുന്നു എന്നതിലാണ്. ദുഷ്ടൻ ദൈവത്തെ നിരസിക്കുകയും സ്വന്തം വഴിയിൽ മാത്രം നടക്കുകയും ചെയ്യുന്നവനാണ്. വീഴ്ച ഉണ്ടാകുമ്പോൾ അവനെ താങ്ങാൻ ദൈവികമായ കരുത്തില്ല. അവർ തങ്ങളുടെ അഹങ്കാരത്തിലോ പാപത്തിലോ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു വലിയ വിപത്ത് വരുമ്പോൾ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നു. തോൽവികളല്ല, മറിച്ച് തോൽവി സമ്മതിച്ച് പിന്മാറുന്നതാണ് യഥാർത്ഥ പരാജയം. ദൈവസന്നിധിയിൽ വിനയമുള്ള ഒരു വ്യക്തിക്ക് എത്ര വലിയ തകർച്ചയിൽ നിന്നും തിരികെ വരാൻ സാധിക്കും. വീഴുന്നതല്ല പരാജയം, വീണിടത്തു തന്നെ കിടക്കുന്നതാണ് പരാജയം. പ്രബോധനപുത്രൻ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ